ആദ്യം ശ്രീ രാജു പി നായർ, സമരം തീർന്നിരിക്കുന്നു, സമരം വിജയിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനം. ആ സമരത്തിന് വേണ്ടി സഹനങ്ങളൊക്കെയും സഹിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ യുവത്വം അവിടെ നിന്നത്. അവർ ആ സമര വിജയത്തിൽ ഒഴിഞ്ഞു പോയിരിക്കുകയും ചെയ്തു, പിരിഞ്ഞു പോയിരിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ജനാധിപത്യം വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു, അടിച്ചമർത്തപ്പെട്ടിരുന്നു. സ്വാഭാവികമായും ദില്ലി പോലീസ് എന്ന വ്യാജേന അവിടെ ആളുകൾ സമരക്കാരെ കൈവച്ചു എന്നതടക്കം ചോദ്യങ്ങളും സംശയങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതിന് മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നമ്മൾ മാധു പറഞ്ഞ പോലെ തന്നെ അവിടെ കണ്ടത് ആദ്യത്തെ ദിവസം ഉണ്ടായിട്ടുള്ള പാർലമെന്റ് മാർച്ചിൽ നടന്ന അക്രമങ്ങൾ, അത് പോലീസാണ് അക്രമം മുഴുവൻ ഉണ്ടാക്കിയത്. ഏറ്റവും ഭീകരമായ രീതിയിൽ കുട്ടികളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടിയർ ഗ്യാസുകൾ ഉപയോഗിച്ചു, ലാത്തിയിൽ ആണിയടിച്ച് ആ ആണി വെച്ച് തല്ലുന്നത് കണ്ടു. അങ്ങനെ ഭീകരമായിട്ട്, കാരണം പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, അതുപോലെ തന്നെ ടിയർ ഗ്യാസ് പലതവണ ഉപയോഗിച്ചു. അങ്ങനെ വലിയ രീതിയിൽ കുട്ടികളെ യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുന്ന ഒരു നിലയാണ് അന്ന് കണ്ടത്. അന്ന് പോലീസുകാരല്ലാത്തവർ, നെയിം പ്ലേറ്റ് ഇല്ലാത്ത ഒട്ടേറെ പോലീസുകാർ, അതുപോലെ തന്നെ പോലീസിന്റെ യൂണിഫോം ഇല്ലാത്തവർ, ലാത്തി പോലും അല്ലാത്ത പത്തല് പോലുള്ള വടികൾ വെച്ച് അടിക്കുന്നതല്ലോ. അപ്പൊ ഇതിനകത്തെല്ലാം വലിയ, കാരണം ഈ സമരം വിജയിച്ചു, ഈ പ്രധാൻ രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ രാജ്യത്ത് ഉണ്ടായ ഒരു ജനാധിപത്യ വിരുദ്ധത തീരുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവരുടെ പ്രസ്താവനകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള കലാപം ഉൾപ്പെടെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രസ്താവന, ഇന്നിപ്പോ ഒരു RSSന്റെ സൈദ്ധാന്തികന്റെ പ്രസ്താവന ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അധികാരം കൊടുത്തിരുന്നെങ്കിൽ 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് അവിടെ നിന്ന് 4 പ്രാവശ്യം എന്താ പറയാ മുന്നറിയിപ്പ് കൊടുത്ത് അല്ലാത്തവരെ എല്ലാം വെടിവെച്ച് കൊന്നിട്ട് ശവങ്ങളൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയിടും എന്നുള്ളൊരു പ്രസ്താവന കൂടി ഒരു RSSന്റെ സൈദ്ധാന്തികന്റെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ രാജ്യത്ത് ജനാധിപത്യപരമായ പോരാട്ടം നടത്തുന്നവർക്കെതിരെ എന്ത് കായികമായി നടത്താനും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭീഷണികളും ഇത്തരത്തിലുള്ള വയലൻസ് ഇൻസൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും എല്ലാം നടക്കുന്നത് ഏറ്റവും തലപ്പത്ത് നിന്നാണ്. അപ്പൊ അതിന് എല്ലാം തീർച്ചയായിട്ടും അക്കൗണ്ടബിൾ ആവണം. ഈ ഒരു സമരം തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ പുതിയൊരു പ്രതീക്ഷയാണ്. ജനങ്ങൾ ഒന്ന് നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് കുട്ടികൾ ആ സമരത്തെ നേരിട്ടതെന്ന് നോക്കൂ. വളരെ കൗതുകം ചിലപ്പോൾ നമുക്ക് തോന്നി. അതിനകത്ത് വലിയ അടിച്ചമർത്തലുകൾക്കുള്ള ശ്രമം ഉണ്ടായിരുന്നു. പലർക്കും മാധു തന്നെ സൂചിപ്പിച്ച പോലെ ഒരു കുട്ടിക്ക് കണ്ണ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി, കാല് ഒടിയുന്ന, അങ്ങനത്തെ കുറെ ആക്രമണങ്ങൾ നടന്നപ്പോൾ പോലും അതിനകത്ത് വളരെ കൗതുകത്തോടു കൂടി അവർ ആ ജനാധിപത്യ വിരുദ്ധതയെ എല്ലാം തോൽപ്പിക്കാൻ ശ്രമിച്ചത് കണ്ടില്ലേ? അടിച്ച പോലീസുകാരന് മിഠായി കൊണ്ടുപോയി കൊടുക്കുന്നു, അതുപോലെ തന്നെ അവിടെ ഷട്ടിൽ കളിക്കുന്നു, വാട്ടർ ക്യാനൺ ഉപയോഗിക്കുമ്പോൾ അതിനു മുമ്പിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ എന്നെ പോലെയൊക്കെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലിയ ഒരു പാഠവും കൂടിയാണ് അവരുടെ ഒരു കൺസിസ്റ്റൻസി. അതിന് ഞമ്മല്ലോ കോൺഗ്രസ് ഏകദേശം 2024 മുതൽ ഇതിനകത്ത് വലിയ സമരങ്ങളിലും പ്രശ്നങ്ങളും എല്ലാത്തിലും അല്ലെങ്കിൽ പ്രതികരണങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ വന്ന് ആ സമരം ചെയ്തപ്പോൾ ഉണ്ടായ കൺസിസ്റ്റൻസി, അത് വലിയൊരു പാഠമാണ്. ഒരേ വിഷയത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ടെടുത്ത സമരം വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ അവരെടുത്ത സ്ട്രാറ്റജി, ഇപ്പോൾ കൗതുകത്തോട് പറയാം, എൻ്റെ മോള് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ ഞങ്ങൾ ജെൻസികൾ ചെയ്ത സമരം കണ്ടില്ലേ എന്ന് ചോദിച്ചു. അച്ഛനൊക്കെ ഇങ്ങനെ സമരം ചെയ്യണം. അപ്പം ഞാൻ വേദന, ഞങ്ങൾ അടികൊണ്ടിട്ടുണ്ട്, ഞങ്ങൾ വാട്ടർ ക്യാനറിന് മുമ്പിലൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് വേദന ചോദിക്കുക, ഈ എന്താ പറയുക മറ്റേ ടിയർ ഗ്യാസ് ഷോട്ട് എടുത്ത് ഫുട്ബോൾ അച്ഛൻ കളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ ബാഡ്മിന്റൺ കളിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവര് ഒരു വേറൊരു രീതിയിലേക്ക് ആ സമരത്തെ ജനങ്ങളിൽ എത്തിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിയിരിക്കുന്നു. ഞങ്ങളൊക്കെ ഈ ബലം പിടിച്ചുള്ള പോലീസുകാരെയൊക്കെ ആക്രമിച്ച് അടികൊണ്ട് തലപൊട്ടുന്നതാണ് വലിയ സമരത്തിന്റെ ശൗര്യം എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ഒട്ടേറെ പഠിക്കാൻ ഈ പുതിയ കുട്ടികൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ നൽകുന്ന സമരം കൂടിയായിരുന്നു. പക്ഷേ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സമരത്തിന്റെ നേരിട്ട ഗവൺമെന്റിന്റെ രീതി അത് തീർച്ചയായിട്ടും ഏകാധിപത്യപരമായിരുന്നു. അവസാനം ഒരു മാർഗവുമില്ലാതെ മുട്ടുകുത്തുകയായിരുന്നു. അത് കേവലം ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലൂടെ മാത്രം മറികടക്കാൻ കഴിയുന്നില്ല. ഇപ്പോ ചർച്ചയ്ക്ക് കയറുമ്പോൾ 1 മിനിറ്റ് മുമ്പ് പ്രധാനമന്ത്രിയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഡിബേറ്റ് വിത്ത് മാധു സജി.